Divisional Accountant Officer, Important Questions, Part 7, Trading and Profit and Loss Account and Balance Sheet, Adjusting Entry, Opening Entry, Closing Entry. അപ്പം അഡ്ജസ്റ്റിംഗ് എൻട്രീസിൻ്റെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 105. When the expenses of an accounting period remaining unpaid at the end of an accounting period, they are termed as. അപ്പം നമ്മൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്താൽ പഠിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ നമുക്ക് കൊടുത്തു തീർക്കാനുള്ള എക്സ്പെൻസസിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ കമ്പനിക്ക് സാലറി കൊടുക്കുന്ന ഒരു എംപ്ലോയിയാണ് രാഹുൽ എന്ന് പറയുന്ന എംപ്ലോയിക്ക് എംപ്ലോയി നമ്മുടെ ഒരു മാസം, ഇപ്പം മാർച്ച് മാസം എടുക്കാം. മാർച്ച് മാസം എംപ്ലോയി വർക്ക് ചെയ്തു, പക്ഷെ നമ്മൾ സാലറി എംപ്ലോയിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്താണ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സാലറി ഒരു എക്സ്പെൻസ് ആണ്. സോ കമ്പനിക്ക് സാലറി ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നോർമൽ കേസിൽ എക്സ്പെൻസസ് കമ്പനിക്ക് ലയബിലിറ്റിയാണ്. നോർമൽ കേസിൽ എക്സ്പെൻസസ് വരുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്താ എഴുതുന്നത്, കൺസേൺഡ് എക്സ്പെൻസസ് ഡെറ്റർ ടു ക്യാഷ്. ഇപ്പോൾ സാലറി എക്സാമ്പിൾ എടുത്തുകൊണ്ട് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുന്നത്. ഇവിടെ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അപ്പം എക്സ്പെൻസ് ഡ്യൂ ആയി ബട്ട് നോട്ട് പെയ്ഡ്. നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പേ ചെയ്തിട്ടില്ല, കമ്പനി പേ ചെയ്തിട്ടില്ല, സാലറി കൊടുക്കേണ്ട ഡേറ്റിൽ കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ജേണൽ എൻട്രി എന്ത് വരും, ഈ സാലറി അക്കൗണ്ട് ഡെറ്റർ. ഇപ്പം നമ്മൾ എക്സാമ്പിളിൽ സാലറി എടുത്തുകൊണ്ട് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഏതാണ് നമ്മൾ എടുത്തത്, സാലറി. സോ എന്താ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ ഒരു ജേണൽ എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ കൺസേൺഡ് എക്സ്പെൻസസ് അക്കൗണ്ട്. അപ്പം ഇവിടെ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണ് ആ ഒരു ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. പിന്നെ ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് വരും, ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ ഒരു എഫക്റ്റ് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് സാലറി ആണെന്ന് വെച്ചോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി എവിടെയാണ് വരുന്നത്, ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട്. അപ്പോൾ സാലറിയുടെ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതിയിട്ട് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കും, ആഡ് ചെയ്ത് കാണിക്കും. കാരണം നമ്മളത് കൊടുക്കാനുള്ളതാണ്, എപ്പോഴായാലും നമ്മളത് കൊടുക്കണം. സോ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. സാലറിയാണ് എക്സാമ്പിൾ എടുത്തതുകൊണ്ട് സാലറിയുടെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതി ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എഴുതുക. ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ ഇത് എവിടെ കാണിക്കേണ്ടത്, ലയബിലിറ്റി സൈഡിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. അപ്പം മനസ്സിലായാലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫേമിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കൺസേൺഡ് എക്സ്പെൻസസിൻ്റെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റിയിൽ കാണിക്കുക. കാരണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്, എപ്പോഴായാലും അത് കൊടുക്കാനുള്ള ഒരു എമൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എക്സാമ്പിൾസ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇപ്പം നമുക്ക് എക്സ്പെൻസസ് ആയ വേജിൽ വരാം, സാലറിയിൽ വരാം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇപ്പം ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുണ്ട്, നമുക്ക് 2 മാസത്തെ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. അതെല്ലാം എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. വേജിൽ വരാം, സാലറിയിൽ വരാം, ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ വരാം. നെക്സ്റ്റ് 107, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഷോൺ ഇൻ ഡാറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. സോ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 108, ദ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ ഷോൺ ഇൻ എ പർട്ടിക്കുലർ ഹെഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും പ്രിപ്പയർ ചെയ്യുമ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഹെഡിലാണ് വരുന്നത്. നമ്മൾ ഹെഡിങ് ഏതൊക്കെയാണ്, വേജ് പഠിച്ചു, സാലറി പഠിച്ചു, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പഠിച്ചു. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് വേജ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാണ് വരേണ്ടത്. അപ്പം ഓരോ പർട്ടിക്കുലർ ഹെഡിലായിരിക്കും ഏത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ എമൗണ്ട് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് 109ാമത്തെ ക്വസ്റ്റ്യൻ, at the end of the accounting period, it is found that the benefits of some expenses have not been fully received. A portion of the total benefit would be received in the next accounting year. The portion of expenses, benefit of which will be received during the next accounting year is known as dash. അപ്പം നമ്മളിവിടെ
അടുത്തൊരു എക്സ്പെൻസസിനെ പറ്റി, അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത്രയും നേരം പഠിച്ചത് മനസ്സിലായില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആയിരുന്നു. അത് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരുമെന്ന് പഠിച്ചു, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെ നമ്മൾ എടുക്കുന്നതെന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസിനെ പറ്റിയാണ് 109ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ നമുക്ക് കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടി. അതിൻ്റെ പക്ഷേ എക്സ്പെൻസ് ആണ്. നമുക്കതിൻ്റെ സർവീസ് നമ്മൾ കൊടുത്തിട്ടില്ല, കമ്പനി അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു കമ്പനി വേറൊരു ഫേമിന് എന്തെങ്കിലും ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? എക്സ്പെൻസ് മുൻകൂട്ടി പേ ചെയ്യുക. നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് കൂടി ഈ ഇയറിൽ തന്നെ നമുക്ക് തന്നേക്കുവാണ്. അപ്പോൾ സംഭവം അത് നമുക്ക് എന്താണ്, ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അപ്പം എപ്പോഴായാലും ആ കമ്പനിക്ക് നമ്മൾ സർവീസ് കൊടുത്തേ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ഇറ്റ്സ് ഫൗണ്ട് ദാറ്റ് ഒരു ബെനിഫിറ്റിന് വേണ്ടിയുള്ള എമൗണ്ട് നമുക്ക് ഓൾറെഡി പേ ചെയ്തു. പക്ഷേ ഇത് ബെനിഫിറ്റ് ഓഫ് വിച്ച് റിസീവ്ഡ് ഡ്യൂറിങ് ദ, പക്ഷേ എന്താണ് ബെനിഫിറ്റ്, നമ്മൾ അടുത്ത വർഷം നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലെ നമുക്കത് കാണിക്കാൻ പറ്റൂ. അതിനുള്ള എമൗണ്ട് നമുക്ക് നേരത്തെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ആണ്, നമുക്കിപ്പം ഒരു കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പ്രീപെയ്ഡ് അക്കൗണ്ടിനെ ഡെബിറ്റ് സൈഡ് ചെയ്തിട്ട് ആ എക്സ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ 2 വർഷത്തെ എക്സ്പെൻസ് നമുക്ക് മുൻകൂട്ടി പേ ചെയ്തു, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പെൻസസ് ക്രെഡിറ്റും ആ കിട്ടിയ എമൗണ്ട് നമുക്ക് ഡെബിറ്റുമാണ് വരേണ്ടത്. അപ്പം ഏതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണിക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കുക, ലെസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതും കൂടെ ഈ ഇയറിൽ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. ടോട്ടൽ ഇപ്പോൾ ഒരു സാലറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം എമൗണ്ട് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. സാലറി ഇനത്തിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലെ അതിൻ്റെ അടുത്ത ഇയറിലേക്ക് എമൗണ്ട് കൂടുതലാണ് നമുക്ക് കിട്ടിയേക്കുന്ന സാലറി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൺസേൺഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സാലറി ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ സാലറി എഴുതിയിട്ട് ലെസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ എപ്പോഴും പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എതിരാണ്, അസറ്റാണ്. സോ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുക പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പം അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. നെക്സ്റ്റ് 110ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രീപെയ്ഡ് അക്കൗണ്ട് ഈസ് ഷോൺ ഇൻ ഡാഷ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് കാണിക്കുന്നതെന്ന് പറഞ്ഞു? അസറ്റ് സൈഡിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് മനസ്സിലായല്ലോ. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആ വാക്കിൽ തന്നെ ഉണ്ട്, എക്സ്പെൻസസ് മുൻകൂട്ടി പേ ചെയ്യുന്നു, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അത് നമുക്ക് കൺസേൺഡ് എക്സ്പെൻസസിൽ ലെസ് ചെയ്ത് കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ബാലൻസ് ഷീറ്റിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്, ഒരു അസറ്റാണ്. അപ്പം ഇത് രണ്ടിൻ്റെ ഡിഫറൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈബിലിറ്റിയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് വരാനുള്ള എക്സ്പെൻസസ് നമ്മൾ മുൻകൂട്ടി പേ ചെയ്തു. സോ അത് അസറ്റാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 111ാമത്തെ ക്വസ്റ്റ്യൻ, there are certain items of income which are received by business enterprise but the whole amount of it does not actually received by the end of the year. Such income are known as. അപ്പം അടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അക്രൂഡ് ഇൻകം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം നമുക്ക് ഡ്യൂ ആയി, പക്ഷേ അത് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇൻട്രസ്റ്റിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ടൈമായി, പക്ഷേ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ബാങ്കിൽ നമ്മൾ എഫ് ഡി ഇട്ടേക്കുന്ന എമൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ടൈമായി, പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഇൻകത്തിന് വിളിക്കുന്ന പേരാണ് അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതാണ് മനസ്സിലായല്ലോ, അക്രൂഡ് ഇൻകം എന്താണെന്ന് പറയും, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കേസ് എക്സാമ്പിൾ മനസ്സിലായല്ലോ, ടൈം ആയി പക്ഷേ നമുക്കത് ആക്ച്വലി ആ എമൗണ്ട് കിട്ടിയിട്ടില്ല, അക്കൗണ്ടിങ് ഇയറിൽ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എങ്ങനെ ആയിരിക്കും കാണിക്കേണ്ടത്? അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു
കൺസേൺഡ് ഇൻകം. ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതിപ്പം അക്രൂഡ്, ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം അക്രൂഡ്, അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്. കൺസേൺഡ് ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. കിട്ടാനുള്ള ഇപ്പോൾ ടൈം കിട്ടിയിട്ടില്ല എന്നുള്ള അക്രൂഡ് ഇൻകത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതാണ് ആ ജേണൽ എൻട്രി, അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി വരുന്നത് അങ്ങനെയാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ ആയിരിക്കും? ഇപ്പം നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് അക്രൂഡായി. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് എന്ന് കാണിച്ചിട്ട് ആ ഇൻട്രസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്ത് ആഡ് ചെയ്താണ് കാണിക്കേണ്ടത്. നമുക്ക് ഈ വർഷം കിട്ടാനുള്ള ഇൻട്രസ്റ്റ് അല്ലേ, അപ്പോൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ അത് കാണിക്കണ്ടേ. അപ്പം ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് അക്രൂഡ് ഇൻകം എഴുതി അതും ആ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആക്ച്വൽ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ എന്താ ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്? അക്രൂഡ് ഇൻകം എപ്പോഴും ഒരു അസറ്റ് അല്ലേ, നമുക്ക് കിട്ടാനുള്ളതാണ്. നമ്മൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം കിട്ടാനുള്ള ഇൻകം നമുക്ക് അസറ്റാണ്. സോ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പം അക്രൂഡ് ഇൻകം മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ? 112 എക്സാമ്പിൾസ് ഫോർ അക്രൂഡ് ഇൻകം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, റെൻറ്റ്, കമ്മീഷൻ എക്സെട്ര. ഇതിലൊക്കെ നമുക്ക് എന്ത് വരാം? അക്രൂഡ് വരാം, അക്രൂഡ് ഇൻകം വരാം. നമുക്ക് കിട്ടാനുണ്ട്, പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അത് കിട്ടിയില്ല. പക്ഷേ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കൺസേൺഡ് ഇൻകം കാണിച്ചേ പറ്റുള്ളൂ. P&L ആഡ് ചെയ്ത് കാണിക്കും, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്ത് കാണിക്കും? അസറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് 113ാമത്തെ ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് അക്രൂഡ് ഇൻകം ആർ ആഡഡ് ടു ദ റിലേറ്റഡ് ഇൻകം ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ ന്യൂ അക്കൗണ്ട് ഓഫ് അക്രൂഡ് ഇൻകം വിൽ അപ്പിയർ ഇൻ ദ ഡാഷ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? റിലവൻറ്റ് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്താണ് കാണിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ന്യൂ അക്കൗണ്ട് അക്രൂഡ് ഇൻകം എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ അക്രൂഡ് ഇൻകത്തിൻ്റെയും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിൻ്റെയും ഒരു ഇത് മനസ്സിലായല്ലോ, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് 114. സംടൈംസ് എ സെർട്ടൺ ഇൻകം ഈസ് റിസീവ്ഡ് ബട്ട് ദ ഹോൾ എമൗണ്ട് ഓഫ് ഇറ്റ് does not belongs to the current period. The portion of the income which belongs to the next accounting year is termed as. അപ്പം നമുക്കറിയാം അടുത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ 3 എണ്ണമാണ് പഠിച്ചത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ചു, പിന്നെന്താണ് പഠിച്ചത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ചു, പ്രീപെയ്ഡ് എക്സ്പെൻസ് പഠിച്ചു, അക്രൂഡ് ഇൻകം പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇൻകം റിസീവ്ഡ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. 114ാമത്തെ ക്വസ്റ്റ്യൻ. സംടൈംസ് സെർട്ടൺ ഇൻകം റിസീവ്ഡ്. നമ്മൾ ഇൻകം റിസീവ് ചെയ്തു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു. 2 വർഷത്തെ ഇൻകം കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് വന്നു. നമ്മൾ എന്തെങ്കിലും സ്റ്റോക്കോ അല്ലെങ്കിൽ സർവീസസോ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ വേറൊരു കമ്പനി നമുക്ക് ഇങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് തന്നു. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ FD ഇട്ടേക്കുന്ന പൈസയ്ക്ക് 2 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറയുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞത്. ഇപ്പോൾ FD ഇട്ടേക്കുന്ന എമൗണ്ട്, ആ എമൗണ്ടിന് നമുക്ക് 2 വർഷത്തേക്കുള്ള എമൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് ജേണൽ എൻട്രി എങ്ങനെ എഴുതാൻ പറ്റും? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന് വേറൊരു പേരാണ് അൺഏൺഡ് ഇൻകം എന്ന് പറയുന്നത്. അൺഏൺഡ് ഇൻകം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ അഡ്വാൻസ് ആയിട്ട് ഇൻകം തന്നു. ഇതും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഇതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് എന്താണ് കാണിക്കേണ്ടത്? ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്തിട്ടില്ല, നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. കറണ്ട് ഇയറിൽ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? അപ്പം നമുക്ക് അഡ്വാൻസ് കിട്ടിയ എമൗണ്ട് അല്ല, ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റിൻ്റെ കൂടെ ഈ കിട്ടിയ എമൗണ്ട്, അഡ്വാൻസ് കിട്ടിയ എമൗണ്ട് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇപ്പം അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഓൾറെഡി ഇൻകം തന്നു, ഇനി നമുക്ക് ലയബിലിറ്റിയാണ്, നമ്മളെ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കണം. സോ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. അപ്പം നമുക്കൊരു എമൗണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് അല്ലേ, നമുക്ക് എമൗണ്ട് നേരത്തെ കിട്ടിയില്ലേ. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഫേം എന്ത് ചെയ്ത് കൊടുക്കണം? അങ്ങോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അപ്പം അത് നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് കിടക്കുകയാണ് കമ്പനിക്ക്. സോ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ കാണിക്കേണ്ടത്.
നെക്സ്റ്റ് 115ാമത്തെ ക്വസ്റ്റ്യൻ. ദ ന്യൂ അക്കൗണ്ട് ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വിൽ ബി ഷോൺ ആസ് ഡാഷ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുന്നത്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് തോന്നും നമുക്ക് അവിടെ തെറ്റിപ്പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇൻകം കിട്ടുകയല്ലേ, അപ്പോൾ നമുക്ക് അസറ്റ് അല്ലേ നമുക്ക് തോന്നും. പക്ഷേ അല്ല, നമുക്ക് ഇൻകം കിട്ടി, നമുക്കത് കമ്പനി എന്താണ് അടുത്ത വർഷം തൊട്ട് അതിൻ്റെ സർവീസ് നമ്മൾ കൊടുക്കണം, കമ്പനിക്ക് അത് ലൈബിലിറ്റിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂ അക്കൗണ്ട്, ആ അക്കൗണ്ടിൻ്റെ പേരെന്താണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, കമ്പനി മറ്റേ കമ്പനിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തില്ല, സോ കമ്പനിക്ക് അത് ലൈബിലിറ്റിയാണ്. അപ്പം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ വേറൊരു പേരാണ് എന്താണ്, അൺഏൺഡ് ഇൻകം എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 116. വാട്ട് യു മീൻ ബൈ ഡിപ്രീസിയേഷൻ? അപ്പോൾ നമ്മൾ അടുത്തൊരു അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആസ് വെയർ ആൻഡ് ടിയർ ഓർ ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഫിക്സഡ് അസറ്റിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ തേയ്മാനം. ഏതൊക്കെ രീതിയിൽ നമുക്ക് തേയ്മാനങ്ങൾ സംഭവിക്കാം? ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഒരു മിഷനറി വാങ്ങിച്ചു വെച്ചു, അത് ഒരു 5 വർഷം യൂസ് ചെയ്യുമ്പം നമുക്ക് അതിന് തേയ്മാനം ഉണ്ടാവും. അല്ലെങ്കിൽ മാർക്കറ്റിൽ പുതിയൊരു മെഷീനറി ഇറങ്ങി, ഇപ്പോൾ ഒരു പ്രിൻ്റർ വാങ്ങിച്ചു. ഇപ്പം നമ്മൾ വാങ്ങിച്ചത് 2015 വെച്ചോ, 2015 വാങ്ങിച്ച് 2025 ആകുമ്പം പുതിയൊരു മോഡൽ ഇറങ്ങി, മോഡലിൽ വ്യത്യാസം വന്നു, അതും ഡിപ്രീസിയേഷൻ്റെ ഒരു എലമെൻ്റാണ്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ കുറവ് സംഭവിക്കുകയാണ്. ഇപ്പം നമുക്കൊരു മെഷീനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 20,000 രൂപയാണെന്ന് വെച്ചോ, അത് നമ്മൾ ഇട്ടേക്കുന്ന എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 5 ഇയർ ആണ്. 5 വർഷത്തേക്ക് നമ്മൾ എസ്റ്റിമേഷൻ ലൈഫ് ഇട്ടിട്ടുണ്ട്, അത് വർക്ക് ചെയ്യും. എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ഇട്ടേക്കുന്ന ഒരു ലൈഫ്. അപ്പം നമ്മളിത് ലൈഫ് കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ഉപയോഗം, ഇത് മിഷനറി പോയി നശിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിത് എന്ത് ചെയ്യും? വിൽക്കും. ഇപ്പോൾ ഒരു ആക്രി സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു ഇത് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. വിറ്റപ്പോൾ നമുക്ക് എന്തായി? 5,000 രൂപയെ നമുക്കത് വിറ്റ സമയത്ത് കിട്ടിയുള്ളൂ. നമ്മൾ 2015 വാങ്ങിച്ചൊരു മിഷനറി 20,000 രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് വെച്ചോ. നമ്മൾ 2015 വാങ്ങിച്ചു, 5 വർഷം നമ്മൾ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇട്ടു. 2020 ആയപ്പോഴത്തേക്കും നമ്മൾ 2020 ആകുമ്പോഴത്തേക്കും നമ്മളത് ലൈഫ് തീർന്നു, നമ്മളത് സ്ക്രാപ്പ് വാല്യൂവിന് വിറ്റപ്പോൾ നമുക്ക് 5,000 രൂപയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കതിൻ്റെ നമുക്കതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് കാണിക്കേണ്ടത്? 5 വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഓരോ വർഷവും കമ്പനി മാറ്റി വെക്കുന്നുണ്ട് ഓരോ ഫിക്സഡ് അസറ്റിനും. അപ്പോൾ നമ്മൾ ആ വാല്യൂ കാണേണ്ട ഇക്വേഷൻ എങ്ങനെയാണ്? ടോട്ടൽ കോസ്റ്റ്, നമുക്ക് പർച്ചേസ് ചെയ്ത എമൗണ്ട് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ വാല്യൂ കാണേണ്ടത്? 20,000 രൂപയാണ് പർച്ചേസ് ചെയ്തത്, അതിൽ നമ്മൾ 5,000 രൂപ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലൈഫാണ് 5, അപ്പോൾ നമുക്ക് 3,000 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഓരോ വർഷവും ഈ 3,000 രൂപ ഡിപ്രീസിയേഷനായിട്ട് കാണിക്കണം. 5 വർഷവും നമ്മൾ കാണിക്കണം ഫിക്സഡ് അസറ്റിന്. അപ്പം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കാണാനാണെങ്കിൽ ആനുവൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 100. ആനുവൽ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടി എത്രയാണ്? 3,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് മീൻസ് പർച്ചേസ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 20,000 ഇൻറ്റു 100. അപ്പോൾ 3,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15%. 15%മാണ് നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എന്നുള്ള ഇനത്തിൽ ഒരു ഫിക്സഡ് അസറ്റിന് വേണ്ടി മാറ്റുന്നത്. അപ്പം ഇവിടെ ജേണൽ എൻട്രി എങ്ങനെ വരും? ഒരു മിഷനറി വാങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കും ജേണൽ എൻട്രി? വാങ്ങുമ്പോൾ മിഷനറി നമുക്ക് വരെയല്ലേ, മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് 2015 നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സമയത്ത് കാണിച്ച ജേണൽ എൻട്രിയാണ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നമുക്കതിന് അടുത്ത 2015 കഴിഞ്ഞ് 2016 നമുക്കതിന് ഡിപ്രീസിയേഷൻ കാണിക്കണം. അപ്പോൾ കാണിക്കുന്ന സമയത്ത് എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? എക്സ്പെൻസ് അല്ലേ, അപ്പോൾ എക്സ്പെൻസ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി ഒരു അസറ്റാണ്. ഇപ്പോൾ ഈ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ കൺസേൺഡ് എസ്റ്റിമേറ്റഡ് ലൈഫിൽ ഇപ്പോൾ 5 വർഷമാണ് ഇട്ടേക്കുന്നതെങ്കിൽ 5 വർഷവും നമ്മൾ ഈ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും കൺസേൺഡ് മെഷീനറിയിൽ നിന്ന്. ഇപ്പോൾ 20,000 രൂപയല്ലേ പർച്ചേസ് ചെയ്തത്, 20,000 നിന്ന് 3,000 വെച്ച് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3,000 വന്നു. ആ 3,000 നമ്മൾ ഈച്ച് ഇയർ 5 വർഷം ഉണ്ടെങ്കിൽ 5 വർഷവും നമ്മൾ ഈ കൺസേൺഡ് മെഷീനറി എന്ന് പറയുന്ന ഐറ്റം ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ഇപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഇതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ എങ്ങനെ ആയിരിക്കും വരുന്നത്? പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കൺസേൺഡ് ഇതിൽ നിന്ന് കുറച്ച് കാണിക്കും. അസറ്റിൽ എന്താണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കും? ഡിപ്രീസിയേഷൻ. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എന്നുള്ള എമൗണ്ട് കാണിച്ചിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കൺസേൺഡ് ഡിപ്രീസിയേഷൻ FD ഇപ്പം മെഷീനറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്താണ് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നത് അസറ്റ് സൈഡിൽ. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ കൺസേൺ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എമൗണ്ടേ കാണിക്കുകയുള്ളൂ. പി ആൻഡ് എല്ലിൽ വരുമ്പോഴാണ് ടോട്ടൽ മെഷീനറിയുടെ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അതിൻ്റെ പി ആൻഡ് എല്ലിലും ബാലൻസ് ഷീറ്റിലും വരുന്ന ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. 117 ഡിപ്രീസിയേഷൻ ഈസ് ട്രീറ്റഡ് ആസ് എ ബിസിനസ് ഡാഷ് ആൻഡ് ഇറ്റ് ഈസ് ഡാഷ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലായ ഡിപ്രീസിയേഷൻ എമൗണ്ട്, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് 3000 അല്ലേ വന്നത്, 15%, ആനുവലിൽ 15%, 3000 എന്ന് പറയുന്ന എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അടുത്ത 118ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഡിപ്രീസിയേഷൻ ഇൻ ബാലൻസ് ഷീറ്റ് ദ അസറ്റ് വിൽ ബി ഷോൺ അറ്റ് എന്തെങ്ങനെയാണ് അറ്റ് ഡാഷ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. അസറ്റിൽ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്? കൺസേൺഡ് അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താണ് കാണിക്കുന്നത്. കോസ്റ്റ് ഡിപ്രീസിയേഷൻ 3000 ആണെങ്കിൽ 20,000 ആണ് മെഷീനറിയുടെ കോസ്റ്റ് എങ്കിൽ 20,000 മൈനസ് 3000 എന്നാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കേസിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞാൽ 3000 രൂപയും, ബാലൻസ് ഷീറ്റിൽ മെഷീനറിയുടെ പർച്ചേസ് കോസ്റ്റ് 20,000 നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ 3000 കുറച്ച് ബാക്കി എമൗണ്ട് മാത്രമാണ് നമ്മൾ അപ്പുറത്ത് കാണിക്കുന്നത്, ഔട്ടർ കോളത്തിൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് 119 അടുത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. വാട്ട് യു മീൻ ബൈ ബാഡ് ഡെറ്റ്? ബാഡ് ഡെറ്റ്സ് എന്താണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മെയിനായിട്ട് ഒരു ഫേമിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത്. ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. ബാഡ് ഡെറ്റ്സ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ദാറ്റ് എ ഫേം ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു റിയലൈസ് ഫ്രം ഇറ്റ്സ് ഡെറ്റേഴ്സ്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ലോസ് ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ബാഡ് ഡെറ്റ്സ്. അപ്പോൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം നമുക്ക് കുറേ ഡെറ്റേഴ്സ് ഉണ്ട്, സൺട്രി ഡെറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ആ സൺട്രി ഡെറ്റേഴ്സ് നമ്മളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ആ പൈസ നമുക്ക് തന്നിട്ടില്ല, കടത്തിനാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോഴാണല്ലോ സൺട്രി ഡെറ്റേഴ്സ് ആവുന്നത്. ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തരാമെന്ന് പറയുന്നു, തരുന്നില്ല. 2ാമത്തെ മാസമായിട്ട് തരുന്നില്ല, 3ാമത്തെ മാസമായിട്ടും തരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, അതൊരു കിട്ടാക്കടമായിട്ടാണ് മാറുന്നത്. ബാഡ് ഡെറ്റ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാഹുൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ വന്ന് 10,000 രൂപയ്ക്ക് അവിടെ നിന്ന് സ്റ്റോക്ക് വാങ്ങിച്ചു. 10,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റോക്ക് നമ്മൾ കൊടുത്തു രാഹുലിന്. പക്ഷെ രാഹുൽ നമുക്ക് ക്യാഷ് തന്നോ? ഇല്ല. 1 മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞാണ് രാഹുൽ നമ്മുടെ ഫേമിൽ നിന്നും ഈ 10,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പം ഈ 10,000 റുപ്പീസ് നമുക്ക് എന്താണ്, ഒരു ഡെറ്റ് എമൗണ്ട് ആണ്. രാഹുൽ ആരാണ്? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൺട്രി ഡെറ്ററാണ്. അപ്പം രാഹുൽ കമ്പനിക്ക് ഒരു സൺട്രി ഡെറ്ററായിട്ട് വരികയും 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞും കമ്പനിക്ക് 10,000 രൂപ രാഹുൽ കൊണ്ട് തരുന്നില്ല. അപ്പം ABC കമ്പനിക്ക് മനസ്സിലായി ഇതൊരു ബാഡ് ഡെറ്റായി, ഈ 10,000 രൂപ നമുക്കിനി കിട്ടത്തില്ല, ബാഡ് ഡെറ്റായി. അപ്പം കമ്പനി ഇത് എഴുതി തള്ളുക എന്ന് വെച്ചാൽ ബാഡ് ഡെറ്റാണ്, നമ്മളത് എഴുതി തള്ളണം. അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് കമ്പനി അത് എഴുതി തള്ളുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ബാലൻസ് ഷീറ്റിൽ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ് എന്ന് വരും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് അല്ലേ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അപ്പം എക്സ്പെൻസ് ആയിട്ട് ബാഡ് ഡെറ്റ് ആയിട്ട് 10,000 രൂപ കാണിക്കും. എമൗണ്ട് എത്രയാണ്? 10,000 അല്ലേ നമുക്ക് കിട്ടാനുള്ളത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ്? ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി നമ്മൾ സൺട്രി ഡെറ്റർ എന്നും പറഞ്ഞ് ഈ രാഹുലിനെ കാണിച്ചിട്ടുണ്ട്. എവിടെ?
അസറ്റ് സൈഡിൽ. കാരണം നമ്മൾ വിചാരിക്കുന്ന ഈ അടുത്ത മാസം തരുമല്ലോ, അപ്പം നമുക്കത് ഇപ്പം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്ററായിട്ട് കാണിച്ചു 10,000. പക്ഷേ ഇത് കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവന്നിട്ട് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്ന 10,000-ൽ നിന്ന് ലെസ് ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ് 10,000 രൂപ കുറയ്ക്കണം. കുറച്ചുള്ള ബാക്കി 0 ആയല്ലേ എമൗണ്ട്, പിന്നെ നമ്മൾ എഴുതി തള്ളുക മീൻസ് അത് കുറയ്ക്കുക. ലെസ് ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാണിക്കുകയാണ് എവിടെ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ബാഡ് ഡെറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. 2 ട്രീറ്റ്മെൻറ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു 10,000 ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ്, ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് ഡെറ്റേഴ്സ്, അപ്പോൾ സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കുന്നു ബാഡ് ഡെറ്റ്സ് 10,000. നെക്സ്റ്റ് 120. വാട്ട് ആർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി മെയ്ഡ് ഫോർ ദ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്? നെക്സ്റ്റ് ഒരു പോർഷനാണ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഡെറ്റേഴ്സിന് വയ്ക്കുന്ന ഒരു പ്രൊവിഷൻ പോലെ വെക്കുന്നതാണ് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് എ നോർമൽ ഫീച്ചർ ഓഫ് എ ബിസിനസ് ഓപ്പറേഷൻ ദാറ്റ് സം ഡെറ്റ്സ് ആർ പ്രൂവ് ഇറിക്കവറബിൾ, വിച്ച് മീൻസ് ദാറ്റ് ദ എമൗണ്ട് ടു ബി റിയലൈസ്ഡ് ഫ്രം ദം become had it to view. An attempt is made to bring in a certain element of certainty in the amount in respect of bad debts charged every year against income. അപ്പം നമുക്ക് ഇത്രയും ഇത് സിമ്പിളായിട്ട് പറഞ്ഞു പോയാൽ നമുക്ക് ബാഡ് ഡെറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. കമ്പനിക്ക് ബാഡ് ഡെറ്റ് ഉണ്ടായി. അപ്പോൾ ബാഡ് ഡെറ്റ് ഉണ്ടാകുന്ന സമയത്ത് കമ്പനി ഇങ്ങനെ എഴുതി തള്ളി പോവുകയാണ്. എമൗണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളി പോകുമ്പോൾ അത് കമ്പനിക്ക് ഒരു നഷ്ടമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം? ഇതിനൊരു പ്രൊവിഷൻ വെക്കണം. പ്രൊവിഷൻ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു നീക്കിയിരിപ്പ് വെക്കണം. നീക്കിയിരിപ്പ് ഒരു എമൗണ്ട് കരുതണം കമ്പനി. അത് ഏതിൽ നിന്നാണ് കരുതേണ്ടത്? അതാത് ഇയറിലെ പ്രോഫിറ്റിൽ നിന്നാണ് ഈ നീക്കിയിരിപ്പ് എമൗണ്ട് കമ്പനി മാറ്റി വയ്ക്കേണ്ടത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. ഇപ്പോൾ കറണ്ട് ഇയറിൽ നമുക്കൊരു എമൗണ്ട് പ്രോഫിറ്റായിട്ട് വന്നാൽ ആ എമൗണ്ടിൽ നിന്ന് ആൻറ്റിസിപ്പേറ്റഡ് എമൗണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിലോട്ട് നമ്മൾ മാറ്റണം. ഇപ്പോൾ 2023-24 ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഒരു കൺസേൺഡ് എമൗണ്ട് നമ്മൾ എന്തിലോട്ട് മാറ്റുന്നുണ്ട്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്. ഇതുപോലെ തന്നെ 2024-25 മാറ്റണം. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഈ എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും. ഇത് P&L അക്കൗണ്ടിൽ എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? ബാഡ് ഡെറ്റ് ഒരു എമൗണ്ട് ഉണ്ടല്ലോ 10,000 നമുക്ക് കിട്ടിയിട്ടില്ല, അത് നമ്മൾ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട് ആൻഡ് ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രോഫിറ്റിൽ നിന്നും നമുക്കൊരു 10,000 രൂപ വർഷം മാറ്റാനുണ്ടെന്ന് വെച്ചോ. ആ 10,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് കാണിക്കുന്നത്. ഐറ്റം എന്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന്. അപ്പോൾ ഓൾറെഡി ബാഡ് ഡെറ്റും ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സും ഉണ്ട്. എമൗണ്ട് എത്ര തന്നെയാണ്? 10,000 തന്നെയാണ് നമ്മൾ കൺസേൺഡ് ഇയറിൽ മാറ്റിയത് പ്രോഫിറ്റിൽ നിന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്ന് കാണിച്ചത്? കാരണം എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റിൽ നിന്നും ആ ഒരു എമൗണ്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മാറ്റുകയല്ലേ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ടാണ്. ബാഡ് ഡെറ്റും ഒരു എക്സ്പെൻസ്, അത് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ബാഡ് ഡെറ്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ, പ്രൊവിഷനും ബാലൻസ് ഷീറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ് 121. ദ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഇയർ ഈസ് കോൾഡ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നിന്നും നമ്മൾ ബ്രോട്ട് ഫോർവേഡ് ചെയ്യുന്ന പ്രൊവിഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. അപ്പോൾ എന്താണ്? ഓപ്പണിംഗ് പ്രൊവിഷൻ ഓർ ഓൾഡ് പ്രൊവിഷൻ. അപ്പം നമുക്ക് ഓരോ വർഷവും നമ്മൾ പ്രൊവിഷൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ 10,000 രൂപ വെച്ചു. ഏത് വർഷം? ഇപ്പോൾ 2023-24 നമ്മൾ ഒരു 10,000 രൂപ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ് വെച്ചു. അടുത്തത് 23-24 വെച്ചത്. അപ്പോൾ അടുത്തത് 24-25 നമുക്കത് എന്ത് ചെയ്യണം? ബ്രോഡ് ഫോർവേഡ് ചെയ്യണം. ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്പണിംഗ് പ്രൊവിഷൻ ഓർ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോൾ ആ സമയത്ത് നമ്മളത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ 10,000 എഴുതി. ആ സമയത്ത് എന്തെങ്കിലും ഒരു ബാഡ് ഡെറ്റ്സ് ആ വർഷം ഉണ്ടായിട്ടുണ്ട്, ഒരു 9,000 രൂപയ്ക്ക് ബാഡ് ഡെറ്റ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 9,000 രൂപ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് ബാക്കി ബാലൻസ് എത്രയേ ഉള്ളൂ? 1,000 രൂപയേ ഉള്ളൂ. പ്രൊവിഷനിലെ ബാക്കി ബാലൻസ് എത്രയേ ഉള്ളൂ? 1,000 കാരണം 10,000 പ്രൊവിഷൻ വെച്ചതിൽ 9,000 രൂപയും ബാഡ് ഡെറ്റായിട്ട് എഴുതി തള്ളി.
ബാക്കി 10,000 ഉള്ളൂ. 10,000 നമ്മൾ ഓരോ വർഷം അത് എന്ത് ചെയ്യണം, ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ന്യൂ പ്രൊവിഷൻ അഥവാ ഓപ്പണിംഗ് പ്രൊവിഷൻ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 122. ദ ലോസ് ഡ്യൂ ടു ദ ബാഡ് ഡെറ്റ്സ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ ആർ അഡ്ജസ്റ്റഡ് അഗൻസ്റ്റ് ദ സെയിം ആൻഡ് വൈൽ മേക്കിംഗ് ദ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് റിക്വയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി കറണ്ട് അക്കൗണ്ടിങ് ഇയർ ഈസ് കാൾഡ് ന്യൂ പ്രൊവിഷൻ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഓരോ വർഷത്തെ ബാഡ് ഡെറ്റ്സുകളും ലോസുകളും നമ്മൾ അതാത് ഇയറിൽ പ്രൊവിഷനിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. പ്രൊവിഷൻ മാറ്റി വയ്ക്കുന്നു, ബാഡ് ഡെറ്റ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് കുറയുന്നു, ആ ബാലൻസ് നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. അതിന് പറയുന്നതാണ് ന്യൂ പ്രൊവിഷൻ എന്ന്. നെക്സ്റ്റ് 123. ദ ബാലൻസ് ഷീറ്റ് ദ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആർ ഷോൺ ഇൻ. അപ്പം നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞു, ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് നമ്മൾ കാണിക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്? സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും കുറച്ച് തന്നെയാണ് കാണിക്കുന്നത്. ബാഡ് ഡെറ്റ് പോലെ തന്നെയാണ്. നമുക്ക് ഈ ഡെറ്റേഴ്സ് ആണല്ലോ ഇതെല്ലാം വരുത്തി വെക്കുന്നത്. ഡെറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, കടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, പൈസ തരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ബാഡ് ഡെറ്റായിട്ട് എഴുതി അതിനെ കമ്പനി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് ഒരു എമൗണ്ട് മാറ്റുന്നു പ്രൊവിഷനായിട്ട്. അപ്പം അതും എന്താണ്, സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് തന്നെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പം ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം തൊട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ചു, പ്രീപെയ്ഡ് എക്സ്പെൻസ് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പഠിച്ചു, ഡിപ്രീസിയേഷൻ പഠിച്ചു, ബാഡ് ഡെറ്റ് പഠിച്ചു, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പഠിച്ചു, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പഠിച്ചു. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.